അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ ഞാൻ എൻ്റെ ചായയിൽ തന്നെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കിങ്ങിൽ. ഇതിന് മുമ്പായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് ഞാൻ മധുരം ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണത് കേട്ടോ, മധുരം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ ചായ ആയിട്ടുണ്ട്. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ലഞ്ച് ബോക്സ് ഉണ്ടാക്കണം, ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഭാഗങ്ങളിലും ഇല്ലാത്തൊരു സാധനം വെച്ച് ഞാൻ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പേ ആ കറി ഉണ്ടാക്കിയപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ സംഭവം, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പം ഇന്നലെ ഞാനത് വെള്ളത്തിലിട്ടപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയി. അപ്പം ഞാൻ ഇന്നൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. കാരണം ഉമ്മയും അത് വെച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. അവനവിടെ ഭയങ്കര ബോഡി ഷോ ആണ് കേട്ടാ. ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ കണ്ടിട്ടില്ല. എന്നിട്ട് എന്നോട് അത് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്തത് തന്നെ, എൻ്റെ ക്യാമറയിൽ എന്ത് വെട്ടാലും ഞാനത് ഇടും എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ചായ എല്ലാം കുടിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി അങ്ങ് ചെയ്യാൻ പോവാണ്. അപ്പം അരി ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ചാക്കിൻ്റെ അടിയിൽ ബാക്കി വരുന്ന കുറച്ച് അരി ഉണ്ടാവില്ലേ, അത് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിന് വേണ്ടിയിട്ട് അതൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യാണ്, അത് വേവിക്കുകയാണ്. അത്ര തന്നെ. പിന്നെ എന്നോട് കുറേ കമൻസ്, എൻ്റെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. എന്നോട് ഫൈസലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചോളൂ എന്ന്. ഇതിലൊരു കമന്റ് ഉണ്ടാവും കേട്ടോ. തടി കൂടുമ്പോൾ കൂടട്ടെ, ആരോഗ്യം നോക്കിയാൽ മതിയെന്ന്. തടി കൂടുമ്പോൾ കൂടാൻ ഇനി എന്നെ ആരും എന്താ പറയുക, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എതിരായിട്ട് പറയില്ലേ, നിർത്തൂ എന്ന് പറയില്ലേ പ്ലീസ്. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും. 12 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 60 ദിവസമാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ആരും എന്നെ ഡീമോട്ടിവേഷൻ ചെയ്യരുത്. അങ്ങനെ വല്ല വാക്കുണ്ടെങ്കിൽ അത് തന്നെ. ഓക്കെ. പിന്നെ ഹായ് ജിനി പറഞ്ഞിട്ടുണ്ട്, ഹായ് സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അജ്മിയുടെ പുട്ടുപൊടി ഇപ്പൊ നല്ലതല്ല, കൊള്ളില്ല എന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയില്ല, ഇവിടെ കിട്ടുന്ന പുട്ടുപൊടി ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെടാൻ കാരണം എന്താണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താണെന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വാഷിങ്ങിനൊക്കെ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. മെഷീൻ ഇല്ലെങ്കിൽ ഞാൻ തോറ്റേനെ. കാരണം നമുക്ക് ഡെയിലി 2 വാഷിംഗ് ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കല്ലിൽ അലക്കുമ്പോഴത്തേക്കും, അലക്കി ശീലിച്ചാൽ ചിലപ്പോൾ അത് ഈസി ആയിരിക്കാം, മേ ബി അല്ലേ. അപ്പൊ ഇതാ ഞാൻ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹിന്ദിക്കാര് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകം കുറച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ, അതുവരെ വഴറ്റിയെടുക്കണം. അടച്ചു വെക്കുക കേട്ടോ. അപ്പുറത്ത് ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കണം. കുറച്ച് തക്കാളി ഇരുന്നോട്ടെ, അതിനാണ് 2 തക്കാളി എടുത്തേക്കുന്നത്. അപ്പൊ അത് ചേർത്തി കൊടുത്തിട്ട് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. മൺചട്ടിയിൽ പിന്നെ തക്കാളി ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എത്ര പെട്ടെന്ന്. ഇനി പൊടികൾ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നൊന്നും ഒരു കണക്കില്ല കേട്ടോ അതിന്. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച് നമ്മുടെ മൊച്ചക്കൊട്ട, അതായത് പുളിയവര എന്ന് പറയൂട്ടോ ഇതിന്. ഇത് പച്ചയുണ്ട് ഉണക്കിയുണ്ട്. ഇത് ഉണക്ക മേടിച്ചത് കടല വെള്ളത്തിലിട്ട് വെക്കില്ലേ രാത്രി, അതേപോലെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ രാവിലെ കുക്കറിൽ വേവിച്ചെടുത്ത സംഭവമാണത്. അപ്പൊ അത് കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഞാൻ കാണിക്കുന്നുണ്ട്. അതിട്ടിട്ട് മസാലയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് നമ്മുടെ മല്ലിയിലേക്ക് ചേർത്തി ഞാനിത് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. മസാലയ്ക്ക് നന്നായിട്ട് വെന്താൽ മതി.
പക്ഷെ ഇത് ഡ്രൈ ആക്കിയപ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ കറി പോലെ കാണിച്ചിട്ടുള്ളത്. ഇനി എപ്പോഴെങ്കിലും ഡ്രൈ ആക്കണേ നോക്കാം നമുക്ക്. ലാസ്റ്റ് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കഴിഞ്ഞു കേട്ടോ. കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. സംഗതി സെറ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും അത് അവിടെ കിടന്ന് വേവട്ടെ ഒന്നുകൂടി. ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇപ്പുറത്ത് നമുക്ക് പുട്ടുണ്ടാക്കണം കേട്ടോ. അജ്മിയുടെ പുട്ടുപൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. തേങ്ങ കുറച്ച് വേണം, വേഗം പോയി തേങ്ങയൊക്കെ ചിരകി എടുക്കുകയാണ്. പുട്ട് ഉമ്മാക്കും ഉപ്പാക്കും അയാൻക്കും മതി. അയാൻക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്, റിഹാൻക്ക് ഇവിടുന്ന് കഴിക്കാനും കൊടുക്കുക കേട്ടോ ചെയ്യണത്. അങ്ങനെ നല്ല സ്ട്രോങ് ചായ എന്ന് പറയുന്നുണ്ട്. ആ കളർ വരണം നമ്മുടെ ടീ, എന്നാലേ ആ ഒരു താജ്മഹലിന്റെ ചായ കുടിച്ചതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അയ്യോ, എനിക്കൊരു കമന്റ് വന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ എഴുതിയേക്കുന്നത്. ഒത്തിരി കൂട്ടി അങ്ങ് എഴുതി വെച്ചേക്കുക കേട്ടോ. ഷഫിയ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ID നിന്നാണ് അത് വന്നേക്കുന്നത്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ COD ഉണ്ട് എന്ന് പറയുന്നത്, എനിക്കും ഉണ്ട് COD എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എനിക്കിഷ്ടപ്പെട്ടു സംഗതി. പിന്നെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കുറേ പേര് ഫസ്റ്റ് എന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കമൻസ് ഒന്ന് പറയണേ. എൻ്റെ മക്കളും ഇങ്ങനെയാണ്, ബീഫ് ചിക്കൻ ആണെങ്കിൽ എവിടെ നിന്ന് വിശപ്പ് വരിക എന്ന് അറിയില്ല എന്ന്. എല്ലാ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. പണ്ട് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാവും വീട്ടിൽ എന്ന് വിചാരിച്ച് ബീഫും ചിക്കനും തന്നെ വേണം ഫുഡ് കഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത് തന്നെ കിട്ടണമെന്നോ അങ്ങനെ ഒരു വാശിയൊന്നും ഞങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വലിയ ഫാമിലിയിൽ ജനിച്ച് വളർന്ന് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ 5ാം ക്ലാസ് 4ാം ക്ലാസ് വരെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉപ്പാൻ്റെ വീട്ടിൽ വന്ന് സെറ്റിലായത്. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണെങ്കിലും ഉമ്മാൻ്റെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വരും, അണ്ടർസ്റ്റാൻഡ് വരും. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് സ്മോൾ ഫാമിലിയാണ്, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊക്കെ ചെയ്താൽ ബെറ്റർ ആണ്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ബെറ്റർ ആണ്. എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും ഇത് രണ്ട് ലൈഫിൽ വേണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് കേട്ടോ ഞാൻ. അല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഈ രണ്ട് സാധനം വേണ്ടി വരും. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ഏത് നാട്ടിലും നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെന്താണ്, എനിക്കും ഉണ്ട് OCD. ഓക്കെ, അതിന് പേര് OCD ആണെങ്കിൽ നമുക്കൊക്കെ ഉണ്ട് OCD അല്ലേ. അപ്പൊ നമ്മുടെ റാവുത്തർ ബിരിയാണി കഴിച്ചതിന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ തസ്നി. എന്നെ മറന്ന് കഴിച്ചതായിരിക്കും അല്ലെ. റാവുത്തർ ബിരിയാണി ശരിക്കും പറഞ്ഞ ടേസ്റ്റ് ആണ്. പലർക്കും അത് ബിരിയാണിയാണെന്ന് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രശ്നമാണ് കൂടുതൽ പേരിൽ. പിന്നെ ഇപ്പോൾ ഈ മന്തി, കബ്സ ഇങ്ങനത്തെയൊക്കെ ഫുഡുകളൊക്കെ ഇറങ്ങിയ പിന്നെ കുറേ പേര് ഇത് ഏകദേശം റാവുത്തർ ബിരിയാണി പോലെ ഉണ്ടല്ലോ, പക്ഷെ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ അത്. അതേപോലെ മക്കള് എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞോ, വരായിരുന്നില്ലേ? അടുത്ത് തന്നെയല്ലേ, എന്നമാർ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അടുത്ത് മീൻസ് ഒരു 10-20-15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ചായ കുടിക്കാമായിരുന്നു, എന്തായാലും ചായ വെച്ച് തരൂല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാല്. പിന്നെ മക്കള് പറഞ്ഞു ഞാൻ തമിഴ്നാട് സ്റ്റൈലാണെന്നോ. അത് ഇവിടെ വന്നപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ അത് വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ ഏത് രാജ്യത്താണ് ഇരിക്കുന്നത് അതിൻ്റെ കുറച്ചൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരുമല്ലോ, തനിയെ വരും. ഇത്രയും വർഷമായില്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു തമിഴെത്തി അല്ലെങ്കിൽ ഒരു തമിഴ് സ്റ്റൈലാണ് എന്നുള്ള ഒരു തോട്ടേ ഇല്ല. എന്നെ കാണുമ്പോൾ ഇവിടുത്തെ ഒരു ചായ തോന്നുന്നില്ലല്ലോ, മലബാർ സ്റ്റൈലിൽ മലബാർ ആ ഒരു ഭാഗത്തു നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ചോദിക്കുന്ന അതാണ്, എന്തോ വ്യത്യാസമുണ്ട് എന്ന് പറയും. പിന്നെന്താ, ഇക്ക വന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഇക്ക സാറ്റർഡേ നൈറ്റ് വരും ഇൻഷാല്ല. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു 18ാം തീയതി കേട്ടോ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. പിന്നെന്താണ്, കുറെ എനിക്ക് മനസ്സിലാവാത്ത കുറേ കമന്റ്സ് ഉണ്ട്, ഒരുമിച്ച് ഇങ്ങനെ എഴുതി വിട്ടേക്കുക. എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല സെഫിയ. അപ്പൊ ഇനി എഴുതുമ്പോ മംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾ ഫിംഗർ ഗ്യാപ്പ് വിടുക കേട്ടോ, എന്നാലേ വായിക്കാൻ കിട്ടുള്ളൂ കേട്ടോ.
പിന്നെ ഞാൻ മോർണിംഗ് മാത്രമേ ചായ കുടിക്കുള്ളൂ, ബട്ട് ഷുഗർ ഫ്രീ ആണ്. പൊട്ടാറ്റോ റെസിപ്പി വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ ഇല്ലാണ്ട് ചായ കുടിക്കും. ഷുഗർ ഇല്ലാണ്ട് ചായ കുടിച്ച് പഴകി കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നൂല കേട്ടോ. ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ പണികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു അല്ലേ? മക്കളൊക്കെ പോയി തോന്നുന്നു. ഞാൻ എന്റെ സ്ക്രീനിലോട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പുറത്തെ ഒരു ഫോൺ വെച്ച് നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഫുഡ് വേഗം റെഡിയാക്കി എടുത്തു. ഇന്ന് പുട്ടും പഴവും തേങ്ങ അങ്ങനെയൊക്കെ കൊടുക്കുക വിചാരിച്ചു. ഞാൻ ഇഡലിക്കും ദോശക്കൊന്നും ആട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ വിചാരിച്ചു. ആട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതന്നെ ഉണ്ടാക്കുള്ളൂ 3-4 ദിവസത്തിന്. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ മെഷീൻ വെച്ച് പറമ്പ് മൊത്തം വൃത്തിയാക്കിയാൽ അന്ന് ഒരു പ്രത്യേക മഴയാണ് അല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാട്ടോ. ചേച്ചി വന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കി തരും. അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ ഒരു മഴ അങ്ങ് പെയ്യും, കംപ്ലീറ്റ് പോവും, പുല്ലിങ്ങനെ കിളർത്ത് വരും കേട്ടോ. അങ്ങനെ തന്നെ അവസ്ഥ. അങ്ങനെ പഴം കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മസാല കറിയില്ലേ, ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അവർക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു, അതാണ് പെട്ടെന്ന് കഴിക്കാൻ കൊടുത്തത് കേട്ടോ. പിന്നെ ജുമാ മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്, വലൈക്കും അസ്സലാം പറഞ്ഞിട്ടുണ്ട്. വർത്താനം എന്താണ്, ചോറ് കഴിച്ചോ? വർത്താനൊക്കെ സുഖാണ്. ചോറ് കഴിച്ചിട്ട് ഏകദേശം 12 ദിവസമായിട്ടോ. സുഹർ എന്നാണോ സുഹറ എന്നാണോ എന്നറിയില്ല. എൻ്റെ ഫോണിൽ ലൈന് കാരണം എനിക്ക് കൂടുതൽ വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഫിഷ് കഴിക്കില്ല. ഫിഷ് കറി ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് അത്ര. ഇവിടെ ഫിഷ് കറി ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇട്ടുണ്ടാവുക. പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. എനിക്ക് ഇത്താനെ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും, എന്നും കാണലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു പോവുക. അതുപോലെ സൂപ്പർ പറഞ്ഞിട്ടും ഒക്കെ നമുക്ക് കുറേ സ്നേഹത്തോട് കമന്റ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. നിങ്ങളുടെ സന്തോഷത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കമന്റ് ഒക്കെ വായിക്കുന്നത്. അത് വായിക്കണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇൻഷാ അള്ളാ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ ഇന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. മുറ്റം ശരിക്കും പറഞ്ഞാൽ അടിച്ചു വാരേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷെ പൊടി ഉണ്ട് കേട്ടോ. ഇല അങ്ങനത്തെ ഒന്നുമില്ല, മണ്ണുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് അടിച്ചു വരാം. പിന്നെ ഞാൻ ഉള്ളിൽ വന്ന് എൻ്റെ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് ഒന്ന് എടുത്തു. ഇനി ഉള്ളിലൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ എന്നും കാൽസ്യം ടാബ്ലറ്റ് എടുക്കാറില്ല, മാക്സിമം എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇന്നലെ രാത്രി പെട്ടെന്ന് തണുത്തപ്പോൾ എടുത്തതാട്ടോ ബെഡ്ഷീറ്റ് പുതയ്ക്കാൻ. സാധാരണ ഞാൻ ഇങ്ങനത്തെ എല്ലാം എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ സെറ്റ് വെച്ച ഏരിയയൊക്കെ ഒന്ന് തട്ടുകയാണ്. ഇപ്പൊ എല്ലാ ചേച്ചിമാരും ഫുള്ള് ക്ലീൻ ആക്കിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി ഇങ്ങനെ ഒന്ന് തട്ടിക്കൊട്ടി കുടഞ്ഞാൽ കുറച്ചു കാലം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും, ജനലാണെങ്കിലും എവിടെയാണെങ്കിലും കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഡെയിലി ഒരു 1 hour നമുക്ക് ഇങ്ങനെ തട്ടാനും കൊട്ടാനും ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആക്കി തന്നിട്ടാണ് പോയേക്കുന്നത്. കാരണം നമ്മുടെ വീട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കാ. കുറച്ച് പഴയ വീടും കൂടിയല്ലേ, അതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് നെക്സ്റ്റ് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളുടെ റൂമിലൊക്കെ ഒന്ന് ബെഡൊക്കെ വിരിച്ചിട്ടു. ഞാൻ പില്ലോ കവർ ഇടണം വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്. ഇതൊക്കെ അവർ സൈഡിൽ വെക്കുന്ന പില്ലോസ് ആണ്. അവർക്ക് കുറേ പില്ലോ വേണം. ഒരു പില്ലോയിൽ കിടക്കാൻ യൂസ് ചെയ്യുക, പക്ഷെ സൈഡിൽ വെക്കുന്ന പില്ലോയിലൊന്നും കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചായ എന്തിനാ കുടിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊരു വികാരമാണ് കുട്ടി. ചായ കുടിച്ച് ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ചായ തുടങ്ങിയത്. കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയത് ഇപ്പോഴാണ്. എന്നിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും, പിന്നെയും കുടിക്കും, പിന്നെയും നിർത്തും, അങ്ങനെയൊക്കെയായിരുന്നു. അന്നൊന്നും എനിക്ക് മസ്റ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു 30 വയസ്സ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇത്രയും, അതും ഞാൻ ഉണ്ടാക്കുന്ന ചായയോട് മാത്രമേ എനിക്ക് കൊതിയുള്ളൂ. പിന്നെ ഹോട്ടലിൽ നിന്ന് കുടിക്കുന്ന ചായ സ്ട്രോങ് ഉണ്ടെങ്കിൽ ഇഷ്ടാ. വെറും പാലിന്റെ ചുവയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ചായ കുടിക്കാൻ. അപ്പൊ എന്തായാലും നമ്മുടെ മമ്മൂക്ക വരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചോറ് ഉപേക്ഷിക്കുമായിരുന്നു അത്ര, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല, മമ്മൂക്ക വരെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ അല്ലെ, നമുക്ക് ഉപേക്ഷിക്കാലോ. അപ്പൊ പറയും ഇനി ആരെങ്കിലും വന്ന് അതിന് മമ്മൂക്ക ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ഒരു
തരംഗമല്ലേ തരംഗം. ഞാൻ പൊതുവേ മമ്മൂക്ക, DQ, ഫഹദ് ഇവരുടെയൊക്കെ ഫാൻ ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരിനൊക്കെ, ഭയങ്കര ഇഷ്ടം. DQ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാഫ അതിലേറെ. അപ്പൊ ഫാഫ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇപ്രാവശ്യത്തെ ഒരു ഫിലിം കാണാൻ പോയത്. കുറച്ച് വട്ട് പിടിച്ച ഫിലിമാണ്. വട്ടന്മാര് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നെ പോലെ വട്ടന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പെയിന്റ് അടിച്ചപ്പോൾ പെയിന്റ് വീണിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ അങ്ങനെ ആയത്. സ്റ്റെപ്പില് അങ്ങനെ ഞങ്ങളല്ല ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നീല കവറിൽ ഞാൻ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കും കേട്ടോ. നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മള് പുറത്ത് കൊണ്ടുപോയി വെക്കും, വേറെ കവർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കിട്ടണ എവിടുന്നാ ചോദിക്കുമ്പോൾ അവര് പറയാറ് എന്റെ വീട്ടിൽ നിന്നാണെന്നാ. കാരണം ഞാൻ കത്തിക്കാറില്ല, എല്ലാം എടുത്തു വെക്കാറാണ് ചെയ്യാറ്. ദോശമാവാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ കവർ കഴുകിയിട്ട് എടുത്തു വെക്കും. ചിക്കനും ഫിഷും ഒക്കെ ആണെങ്കിൽ കവർ കഴുകിയിട്ട് എടുത്തു വെക്കും. ബാക്കിയൊന്നും പ്രശ്നമില്ലല്ലോ, കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ മാക്സിമം ഇതിൽ തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. അങ്ങനെ നമ്മുടെ മമ്മൂക്ക വരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും ചോറ് ഒഴിവാക്കാൻ തയ്യാറാണ്. 12 ദിവസമായി ഞാൻ ശരിക്കും ചോറുണ്ടിട്ട്. അതിൽ ഒരു ദിവസമായിട്ട് ചപ്പാത്തി ഇല്ലാണ്ടായപ്പോ ഒരു കയ്യില് ചോറ് ഞാൻ കഴിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ എനിക്കും പറ്റില്ല ചായ ഇല്ലാണ്ട്. പാലക്കാട് എവിടെയാണ് വീട് ചോദിക്കുന്നുണ്ട്. ചുള്ളിമട അറിയോ? കഞ്ചിക്കോട് ചുള്ളിമട. എൻ്റെ സ്വന്തം വീടാണെങ്കിൽ മണ്ണാർക്കാടാണ് കേട്ടോ, അലനല്ലൂരാണ് എൻ്റെ സ്വന്തം വീട്. പിന്നെ സൂപ്പർ വീഡിയോ ഞാനും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പൊട്ടറ്റോ ഫ്രൈ കൊണ്ടുപോകുമായിരുന്നു. അത് കണ്ടപ്പോൾ പഴയ കാര്യം ഓർമ്മ വന്നു. ഓക്കെ ഓക്കെ. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പണികളൊക്കെ തീർത്ത് വരുമ്പോൾ. പിന്നെ എൻ്റെ മെഷീൻ അവിടെ ഇട്ടേക്കുവാണ്. ഒരു കാലത്ത് എനിക്ക് തയ്ക്കാൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് എൻ്റെ ഫാദറിൻലോന്റെ ബ്രദറിന്റെ മരുമകൾ കുറച്ചൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. കുറച്ചധികം ചുരിദാറ് തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനും അങ്ങനെയൊക്കെ. പിന്നെ ജസ്റ്റ് കീറിയത് അങ്ങനത്തെ അടിക്കുക, ഷേപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു മണ്ടത്തരം ചെയ്ത് എന്താ പറഞ്ഞാൽ മമ്മീൻ്റെ ഉമ്മാൻ്റെ, ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ഒന്നല്ല, പക്ഷെ മമ്മീൻ്റെ ഉമ്മാൻ്റെ 3 ബ്ലൗസ് തയ്പ്പിച്ച് കൊളാക്കി കൊടുത്തു. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് വിജയിക്കാണ്ടായപ്പോൾ ഓരോന്ന് ഞാൻ വിട്ട് പോയിട്ടുണ്ട്. കാരണം എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഡ്രൈവിംഗ് ആണെങ്കിലും. പക്ഷെ ഡ്രൈവിംഗ് എനിക്ക് ഇനിയും തിരിച്ചു കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് സ്വന്തമായിട്ട് കാറോട്ടി എൻ്റെ കാര്യങ്ങൾക്ക് പോകണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബിസിനസ്സിന്റെ കാര്യങ്ങൾക്കെങ്കിലും ഇല്ലാത്ത സമയത്തൊക്കെ എനിക്ക് പോവാലോ. പക്ഷെ ഇപ്പൊ ബസ്സിൽ പോകുന്നോണ്ട് എനിക്കതൊരു വലിയൊരു ആവശ്യകതയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ സ്കൂട്ടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജിമ്മിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തോന്നും സ്കൂട്ടി അറിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് പോകും വരും ചെയ്യാന്നൊക്കെ കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു. ഞാൻ നേരെ പോയത് തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഉമ്മയും പോയിരിക്കുകയാണ്. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. പക്ഷെ പേടിയാണ് കേട്ടോ, പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലുള്ള പേടി. ഇനി പൂച്ചയോ നായോ എന്തെങ്കിലും കയറിയോ ഞാൻ അറിയില്ല. ഞാൻ കിച്ചണിലല്ലേ അധികം ഉണ്ടാവുക. അപ്പൊ ഫ്രണ്ടിലത്തെ വാതിൽ ഞാൻ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ എന്ത് വർക്കിനും പോവുള്ളൂ. ബാക്കിലും എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തുറന്ന് പോവും, തിരിച്ചു വരുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണ്ടേ? വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക കേട്ടോ. ഇതൊക്കെ പിന്നെ കഴുകി വെച്ച ബക്കറ്റുകളാണ്. ഇനി ഇതിനൊക്കെ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ആ സ്റ്റാൻഡുള്ളതിന് ഉള്ളിൽ കൊണ്ടുവയ്ക്കണം. ഇവിടെ നിന്ന് അടിച്ചു വാരണം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഒന്ന് ഷൂ ഒക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് ഇത്. പിന്നെ ഞാൻ ബുക്സുകളൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതുവരെ അതിൽ ബുക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല. വേറെ എന്തൊക്കെയോ കച്ചറ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങിന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനെല്ലാ ചേച്ചിമാരും കേട്ടോ. അവര് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളയും. എന്നിട്ട് പ്ലാസ്റ്റിക്കുകാർ അല്ലെ പാത്രക്കാരനെയൊക്കെ വിളിച്ച് അത് കംപ്ലീറ്റ് അവിടുന്ന് തന്നെ എന്താ പറയുക മാറ്റിയിട്ടേ പോവുള്ളൂ. അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമുള്ളത് കേട്ടോ. നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇവിടേക്ക് ഇന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ആ പാൽ ഇളക്കുന്ന ഗ്ലാസ് പൊട്ടിപ്പോയെങ്കിൽ എന്താ അല്ലേ കമന്റ് ഇടുന്ന്.
പൊട്ടിപ്പോയെങ്കിൽ മതിയായിരുന്നു പടച്ചോനിന്ന്. ഞാൻ ചായ വെക്കണത് നിങ്ങൾക്ക് അത്രയും ദേഷ്യമാണോ? അതോ ഞാൻ പാൽ അളന്നിട്ട് ചായ വെക്കണതാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ എന്തായാലും ഞാൻ ഓരോ സമയത്ത് ഓരോ അളവിലാണ് ചായ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാൽ അളന്നെടുക്കുന്നത് കേട്ടോ. ചില സമയത്ത് എനിക്ക് പകുതി ഗ്ലാസ് മതിയായിരിക്കും, പപ്പാക്ക് ചിലപ്പോൾ പകുതി ഗ്ലാസ് മതിയായിരിക്കും. അപ്പൊ ഞാൻ അതിനനുസരിച്ച് വെള്ളം പാലൊക്കെ എടുക്കുന്ന. എനിക്ക് ഫൈനൽ നമ്മുടെ ചായ നല്ല ടേസ്റ്റ് വേണം. അല്ലാണ്ട് എപ്പോഴും ഒരേ ക്വാണ്ടിറ്റി ചായ വെച്ചിട്ട് ഇവിടെ കുടിക്കാൻ ആളില്ലെങ്കിൽ വെറുതെ കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. എന്തായാലും ഗ്ലാസ് എപ്പോഴും പൊട്ടലുണ്ട്. നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഗ്ലാസ് വീണ് പൊട്ടലും ഉണ്ട്, വേറെ മേടിക്കലും ഉണ്ട്. പക്ഷെ ഈയിടെയായിട്ട് കുറച്ച് കമ്മിയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ എന്തായാലും ഒരു ഗ്ലാസ് പൊട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് കണ്ണിലും മൂക്കിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ വർത്തമാനം പറയുന്നത് കേൾക്കാൻ നല്ല രസമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നൈറ്റ് എന്താ കഴിക്കുക ചോദിച്ചിട്ടുണ്ട്. നൈറ്റ് ഞാൻ മിക്കവാറും ലഞ്ചിനടുത്ത് തന്നെ കഴിക്കും. പക്ഷെ അതിന് ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. ബാക്കിയെല്ലാം ലഞ്ചിന് എന്താ എടുത്തത്, തൈര്, അതുപോലെ ചിക്കനോ ഫിഷോ കഴിക്കാം. പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട് കഴിക്കാം. കടല പുഴുങ്ങിയതുണ്ടെങ്കിൽ അത് കഴിക്കാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കഴിക്കല് നമ്മൾ ഈ ഒരു ഇതിലോട്ട് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞ ഡയറ്റ് ഇന്ന് നാളെ എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ആ ടേണിങ് പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ട്, ആ ഒരു സംഭവം അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിലോട്ട് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാണ്ടല്ലോ, ഒരു 1 വീക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. വെയിറ്റ് കുറേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യും ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എപ്പോഴാണോ താഴോട്ട് വീഴുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കും. ഇനി ഇക്ക വരുമ്പോഴാണ് വലിയ ടാസ്ക്. കാരണം ഇക്കാക്ക് അവിടുന്ന് ഇപ്പോഴേ ഡീലേഴ്സ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഉറപ്പാണ്. ഇനി അതും കൊണ്ട് വന്നാൽ അവിടെ ഞാൻ കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കിത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ മൊച്ചക്കൊട്ട ചാറ്, പുളിയോര ചാറ് ഉണ്ടാക്കിയാലോ. വേവിച്ച മൊച്ചക്കൊട്ടയാണ് കേട്ടോ അത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തപ്പോ തന്നെ തോന്നി ഈ പാത്രം പോരാന്നുള്ളത്. എന്നിട്ടും എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പാത്രം മാറ്റിയില്ല. അതിലോട്ട് തന്നെ വലിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും അങ്ങ് ഇട്ട് കൊടുത്തപ്പം പിന്നെ മനസ്സിലായി പാത്രം മാറ്റിയാലേ രക്ഷയുള്ളൂ എന്നുള്ളത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് പാത്രമൊക്കെ മാറ്റി സെറ്റാക്കി ഞാൻ നന്നായിട്ട് ഇളക്കി ഇതങ്ങ് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു നമ്മുടെ മൊച്ചക്കൊട്ട. അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ വേവിക്കുമ്പോഴത്തേക്കും അതെല്ലാം സെറ്റാവും എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എൻ്റെ സ്ലാങ് ഒക്കെ മാറി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതാ ഞാൻ വേവിച്ച് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത ശേഷം പുളി, മീൻകറിക്ക് വേണ്ട പുളി വേണ്ട, സാമ്പാറിൽക്ക് പരിപ്പിച്ചാറിൽക്കൊക്കെ വേണ്ട ഒരു പുളിയില്ലേ, അത്രയും മതി. മാങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. താളിപ്പിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ കറിവേപ്പില വെളിച്ചെണ്ണയിൽ നന്നായി താളിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തിളച്ചയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം അവിടെ തന്നെ നിൽക്കും കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക്. മാങ്ങ ഇട്ട് കൊടുത്ത പിന്നെ പറയേ വേണ്ട, അതിന്റെ മണം വേറെ ലെവലിലോട്ടാവും. അപ്പൊ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന്റെ സ്പെഷ്യൽ ഇതായിരുന്നു. ഇതേപോലെ നമ്മുടെ കടല വെച്ചിട്ട് കറി വെക്കും, ഗ്രീൻ പീസ് വെച്ചിട്ട് കറി വെക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വഴിയെ കാണിക്കാം, പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇതിൽ വേറൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ FBയിൽ ഒരുപാട് ലൈക്കും ഹാർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി തടിച്ച് ആയിക്കോട്ടെ, നിങ്ങളൊരു സുന്ദരിയല്ലേ, എപ്പോഴും ചായ ഉണ്ടാക്കുന്ന മഞ്ജുത്തി എന്ന് പറയുന്നുണ്ട്. തടിച്ച് ആകുന്നത് തടിച്ചവര് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഫേസ് ഒട്ടുമ്പോ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് കാണുമ്പോ ഇതാണ് നല്ലത് എന്നും തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്ക് ഫേസ് ഒട്ടാനിട്ടുള്ള പ്രശ്നമാണ്. അവൾക്ക് ഫേസ് ഒട്ടണം എന്നാണ് ആഗ്രഹം, പക്ഷെ എൻ്റെ ഫേസ് പെട്ടെന്ന് ഒട്ടും. അപ്പൊ നമ്മുടെ ഈ നാട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. തടിച്ചോൽക്ക് മെലിയണം എന്നാഗ്രഹം, മെലിഞ്ഞോൽക്ക് തടിക്കണം എന്നാഗ്രഹം, കളറുള്ളവർക്ക് കളറ്
കുറയണം എന്ന ആഗ്രഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കളറില്ലാത്തവർക്ക് കളർ വെക്കണം എന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണത്. അതിൻ്റെ റീസൺ കാരണമാണ് ആ ഒരു ഇത് വെളുത്തവര് ബ്യൂട്ടി ആണ് എന്നുള്ളൊരു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനിയുള്ള ജനറേഷനൊക്കെ എല്ലാം കൊണ്ടും മാറട്ടെ. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഫസ്റ്റ് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയങ്ങൾ മാറ്റി വയ്ക്കുക. എല്ലാം ഫാമിലിക്ക് വേണ്ടിയിട്ടേ ജീവിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ ലൈഫും പഠിച്ചോൻ നമുക്ക് തന്നതാ ജീവിക്കാൻ. അത് മറന്നിട്ട് ഫാമിലി മാത്രം എന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സന്തോഷങ്ങൾ ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യുക, നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ തന്നെ നമ്മളും ജീവിച്ചു എന്നുള്ളൊരു ഒരു തോട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെറും ഫാമിലി നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നീയും അങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ കാര്യമൊന്നും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷെ കാണുന്നവർ വിചാരിക്കും ഞാൻ ഇങ്ങനെ മാത്രം ഫാമിലിക്ക് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കും. അതായത് ഉറങ്ങാത്ത സമയം കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനതിൽ പാട്ട് പാടല്ല, പാട്ട് കേൾക്കും, ഡാൻസ് ചെയ്യും, എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യും, കോൾ ചെയ്യും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും, വീട്ടിലോട്ട് വിളിക്കും, ചിലപ്പോൾ വീഡിയോ കോളൊക്കെ പിന്നെ അധികം ഞാൻ കുക്കിങ്ങിൻ്റെ ടൈമിലാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി. ബൈ.